രക്ഷകവാടം തുറക്കും രക്ഷകരാമോസ്തിയേ ശത്രുവിൻ അണികൾ തകർക്കാൻ ശക്തിയും തുണയും തരണം ത്രിത്വൈക ദൈവത്തിനെന്നും സ്തോത്രമുണ്ടായിടേണം സ്വർഗത്തിലങ്ങേ വണങ്ങാൻ ഞങ്ങൾക്ക് കൃപ നൽകിടേണം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. സ്നേഹമുള്ളവരെ, വരാപ്പുഴ അതിരൂപതയിൽ ആഗമനം നടന്നു വരുന്ന അഖണ്ഡ ദിവ്യകാരുണ്യ ആരാധനയുടെ സമാപന തിരുമണിക്കൂറിൽ ഈശോയെ ആരാധിക്കാനും മഹത്വപ്പെടുത്താനും സ്തുതിക്കാനും നാം ഈ ദേവാലയത്തിൽ ആയിരിക്കുമ്പോൾ നാം അർപ്പിക്കുവാൻ പോകുന്ന സ്തുതിപ്പുകളും ആരാധനയും എല്ലാം പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും കൂടെ ദിവ്യകാരുണ്യനാഥന്റെ മുൻപിൽ അർപ്പിക്കാനായി നമ്മുടെ മനസ്സുകളെയും ഹൃദയങ്ങളെയും ദൈവത്തിൻ്റെ പക്കലേക്ക് ഉയർത്തുന്നതിനായി പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തിനായിട്ട് നമുക്കെല്ലാവർക്കും ഒന്നുചേർന്ന് പ്രാർത്ഥിക്കാം. ഗായക സംഘത്തോട് ചേർന്ന് ഭക്തിയോടുകൂടെ നമുക്കൊന്നു ചേർന്ന് ആലപിക്കാം.
നായകനേ, സത്യത്തിൻ ആത്മാവു നീ, നിത്യസഹായകൻ നീ, ഗാനങ്ങളേഴുമേകി ദാസരെ നീ നയിക്കൂ, ദിവ്യവരങ്ങൾ തൂകി നന്മയിൽ നീ നടത്തൂ. പാവനാത്മാവേ വരൂ, ദിവ്യദാനങ്ങൾ തരൂ, ഞങ്ങളിൽ വാഴാൻ വരൂ, നന്മകൾ തൂകാൻ വരൂ. പാവനാത്മാവേ വരൂ, ദിവ്യദാനങ്ങൾ തരൂ. വരാപ്പുഴ അതിരൂപതയിലെ നിരവധി ദേവാലയങ്ങളിൽ ഒരേ സമയം ദിവ്യകാരുണ്യനാഥൻ്റെ മുൻപിൽ ആയിരുന്നു കൊണ്ട് ഒരേ ഒരു ആഗ്രഹത്തോടും ലക്ഷ്യത്തോടും കൂടെ ദിവ്യകാരുണ്യനാഥനോട് ആകമാനം ബാധിച്ചിരിക്കുന്ന കൊറോണ വൈറസിൻ്റെ പിടിയിൽ നിന്നും അതിൻ്റെ വ്യാപനത്തിൽ നിന്നും എല്ലാ മക്കളെയും സംരക്ഷിക്കണമേ എന്ന പ്രാർത്ഥനയുമായിട്ടാണ് ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിൽ നമ്മൾ ആയിരിക്കുന്നത്. സൗഖ്യദായകനായ യേശുവേ, അങ്ങയിൽ പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ട് ഞങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് അങ്ങേ സന്നിധിയിൽ ഞങ്ങൾ അണഞ്ഞിരിക്കുന്നു. അങ്ങേക്ക് ഞങ്ങളോടുള്ള അനന്ത സ്നേഹത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ആരെല്ലാം പൂർണ്ണമായ ആഴമേറിയ വിശ്വാസത്തോടെ അങ്ങയെ സമീപിക്കുന്നുവോ അവരെയെല്ലാം അങ്ങ് സൗഖ്യം നൽകി ആശീർവദിച്ചു. ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങൾ ഏവരും അനുഭവിക്കുന്ന വേദനകൾ, ദുഃഖങ്ങൾ, രോഗങ്ങൾ സർവ്വതിനും അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുകയും അങ്ങറിയാതെ ഒന്നും ഞങ്ങളിൽ സംഭവിക്കില്ലെന്ന് ദൃഢമായി ഉറച്ചു വിശ്വസിച്ച് വ്യക്തിപരമായും സമൂഹമായും ആ വിശ്വാസം ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള സർവ്വതും അനുകൂലവും പ്രതികൂലവും വേദന നിറഞ്ഞതും ദുഃഖം നിറഞ്ഞതുമായ സകലതും അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. അങ്ങ് ഈ വിശുദ്ധമായ ബലിപീഠത്തിൽ സന്നിഹിതനായിരിക്കുമ്പോൾ ഞങ്ങൾക്ക് ശാരീരികവും മാനസികവുമായി ലഭിച്ചിട്ടുള്ള നിരവധിയായ അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. വാക്കുകളുടെ ഭാഷയിൽ ഒതുങ്ങാത്തതാണ് അങ്ങേക്ക് ഞങ്ങളോടുള്ള സ്നേഹമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങ് ഞങ്ങളിൽ പലപ്പോഴായി വർഷിച്ച നിരവധിയായ രോഗമുക്തി, സൗഖ്യം, രോഗശാന്തി ഇവയെല്ലാം അങ്ങയുടെ സ്നേഹാധിക്യത്തിൻ്റെ അടയാളങ്ങൾ മാത്രമാണ്. മാനുഷികമായ ദൗർബല്യം നിമിത്തം പാപത്തിൻ്റെ അടിമകളായി ജീവിച്ചത് മൂലം ഞങ്ങൾ തന്നെ പലപ്പോഴും രോഗികളായി തീർന്നിട്ടുണ്ട്. ദുഃഖത്തിൽ മുഴുകി ജീവിച്ചിട്ടുണ്ട്. എങ്കിലും അയോഗ്യരായ ഞങ്ങളെ കാത്തുപാലിച്ച എണ്ണമറ്റ അനുഗ്രഹങ്ങളാൽ നിറച്ച ഈശോയെ, അങ്ങയെ ഞങ്ങൾ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. അങ്ങയെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു.
നിന്നുടെ നാഥന്റെ ദൂതന്മാരാവകൻ വാഴ്ത്തിയിടുന്നു. നന്ദിയാൽ വണങ്ങും തിരുമുൻപിലെന്നേരം എന്നുമെന്നും നീ ആരാധ്യനായി. നന്ദിയാൽ വണങ്ങും തിരുമുൻപിലെന്നേരം എന്നുമെന്നും നീ ആരാധ്യനായി. നീ പരിശുദ്ധൻ, നീ എന്നും സ്തുത്യൻ. ദൈവമേ, നീ മാത്രം യോഗ്യനായി. ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിക്കാനെന്നും നീ യോഗ്യനായി. യേശുമഹായൻ കർത്തനാം രക്ഷകന്റെ ദൂതന്മാരാവകൻ വാഴ്ത്തിയിടുന്നു. നന്ദിയാൽ വണങ്ങും തിരുമുൻപിലെന്നേരം എന്നുമെന്നും നീ ആരാധ്യനായി. നീ പരിശുദ്ധൻ, നീ എന്നും സ്തുത്യൻ. ദൈവമേ, നീ മാത്രം യോഗ്യനായി. ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാനെന്നും നീ യോഗ്യനായി. പാവനാത്മാവേ, ആശ്വാസപ്രദനേ, ദൂതന്മാരാവകൻ വാഴ്ത്തിയിടുന്നു. നന്ദിയാൽ വണങ്ങും തിരുമുൻപിലെന്നേരം എന്നുമെന്നും നീ ആരാധ്യനായി. നീ പരിശുദ്ധൻ, നീ എന്നും സ്തുത്യൻ. ദൈവമേ, നീ മാത്രം യോഗ്യനായി. ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാനെന്നും നീ യോഗ്യനായി. നീ പരിശുദ്ധൻ, നീ എന്നും സ്തുത്യൻ. ദൈവമേ, നീ മാത്രം യോഗ്യനായി. ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാനെന്നും നീ യോഗ്യനായി. മാർക്കോസിന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. ഒരു കുഷ്ഠരോഗി ഈശോയുടെ അടുത്തെത്തി മുട്ടുകുത്തി അപേക്ഷിച്ചു, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. അവൻ കരുണ തോന്നി കൈ നീട്ടി അവനെ സ്പർശിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധിയുണ്ടാകട്ടെ. തൽക്ഷണം കുഷ്ഠം മാറി അവന് ശുദ്ധി വന്നു. യേശു അവനെ കർശനമായി താക്കീത് ചെയ്ത് പറഞ്ഞയച്ചു, നീ ഇതേപ്പറ്റി ആരോടും ഒന്നും സംസാരിക്കരുത്. എന്നാൽ പോയി പുരോഹിതന് നിന്നെ തന്നെ കാണിച്ചു കൊടുക്കുക.
മോശയുടെ കൽപ്പനയനുസരിച്ച് ജനങ്ങൾക്ക് സാക്ഷ്യത്തിനായി ശുദ്ധീകരണ കാഴ്ചകൾ സമർപ്പിക്കുകയും ചെയ്യുക. എന്നാൽ അവൻ പുറത്തു ചെന്ന് വളരെ കാര്യങ്ങൾ പ്രഘോഷിക്കാനും ഇത് പ്രസിദ്ധമാക്കാനും തുടങ്ങി. തന്മൂലം പിന്നീട് പട്ടണത്തിൽ പരസ്യമായി പ്രവേശിക്കാൻ യേശുവിന് സാധിച്ചില്ല. അവൻ പുറത്ത് വിജനപ്രദേശങ്ങളിൽ തങ്ങി. ജനങ്ങളാകട്ടെ എല്ലായിടങ്ങളിൽ നിന്ന് അവൻ്റെ അടുത്ത് വന്നുകൊണ്ടിരുന്നു. ഈ സുവിശേഷ ഭാഗത്ത് വിശുദ്ധ മാർക്കോസ് പലസ്തീനക്കാരനല്ലാത്ത വിജാതീയ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തിയത് കൊണ്ട് യേശു ലോകരക്ഷകനാണ് എന്ന സന്ദേശം നൽകുകയാണ്. നാം ശ്രവിച്ച തിരുവചനത്തിലുള്ളത് കുഷ്ഠരോഗിയായ വിജാതിയന്റെ വലിയ ഒരു വിശ്വാസ പ്രഖ്യാപനമാണ്. ഇവിടെ ഈശോയെ സമീപിക്കുന്ന കുഷ്ഠരോഗി, മറ്റു പിശാചുബാധിതർ, തളർവാദ രോഗികൾ, ഇവർക്കൊക്കെ അവരുടെ നിസ്സഹായ അവസ്ഥ വ്യക്തമായി അറിയാമായിരുന്നു. ദൈവാനുഗ്രഹങ്ങൾക്ക് മുൻപിൽ ശാരീരികവും മാനസികവുമായി അയോഗ്യരായിരുന്നെങ്കിലും ഇവർ വിശ്വാസമുള്ളവരും കരുണ പ്രതീക്ഷിച്ചിരുന്നവരുമായിരുന്നു. ഈശോയും കുഷ്ഠരോഗിയും തമ്മിലുള്ള കൂടിക്കാഴ്ച നമ്മെ അനുസ്മരിപ്പിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, താനൊരു രോഗിയാണെന്ന ബോധ്യം. ഇവിടെ ഇരിക്കുന്ന നമ്മളിൽ പലരും ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ ദൈവത്തിൻ്റെ പ്രത്യേകമായിട്ടുള്ള കരുതലിൽ എല്ലാവരെയും ബാധിച്ചുകൊണ്ടിരിക്കുന്ന അസുഖത്തിൽ നിന്നും വിമുക്തരായി കഴിയുകയാണ്. ഇന്ന് ജനങ്ങൾക്കുള്ള സന്ദേശത്തിൽ പ്രധാനമന്ത്രി സൂചിപ്പിച്ചതുപോലെ ഈ രോഗം എന്നെ ബാധിക്കില്ല എന്ന അമിതമായ ആത്മവിശ്വാസം ആർക്കും വേണ്ട. ഏതൊരാളെയും ഏത് സമയത്തും ബാധിക്കാവുന്ന ഒരു രോഗമാണ് നമ്മുടെ ചുറ്റുപാടും. കേരളത്തിലും ഇന്ത്യയിലും ലോകത്തിലാകമാനവും പരന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയുകയാണ്. രണ്ടാമതായി, യേശുവിലുള്ള കുഷ്ഠരോഗിയുടെ ആത്മാർത്ഥമായ വിശ്വാസം നമ്മൾ തിരിച്ചറിയുകയാണ്. നാം ഏവർക്കും വിശ്വാസമുണ്ട്. എന്നാൽ അത് ദൃഢമായ വിശ്വാസമാണോ? കുഷ്ഠരോഗിക്ക് അവൻ്റെ ഉറച്ച വിശ്വാസമാണ് അത്ഭുതത്തിനുള്ള വഴിയൊരുക്കിയത്. അതുപോലെ ഈശോ നമ്മോടും ആവശ്യപ്പെടുന്നത് നിരുപാധികമായ വിശ്വാസമാണ്, വിശ്വാസാനുസൃതമായ ജീവിതമാണ്. രോഗികളെ സൗഖ്യപ്പെടുത്തുന്ന വചനങ്ങൾ ബൈബിളിൽ വളരെയേറെയാണ്. സംഖ്യയുടെ പുസ്തകം 12-ാം അധ്യായം 13-ാം വാക്യം, മോശ കർത്താവിനോട് നിലവിളിച്ചു, ഞാൻ കേണപേക്ഷിക്കുന്നു, ദൈവമേ സുഖപ്പെടുത്തണമേ. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 20-ാം അധ്യായം 5-ാം വാക്യം, ഞാൻ നിന്റെ കണ്ണുനീർ കാണുകയും പ്രാർത്ഥന കേൾക്കുകയും ചെയ്തിരിക്കുന്നു, ഞാൻ നിന്നെ സുഖപ്പെടുത്തും. സങ്കീർത്തകൻ 41:3 പറയുന്നു,
കർത്താവ് അവന് രോഗശയ്യയിൽ ആശ്വാസം പകരും. 19:23 നാം വായിക്കുന്നു, കർത്താവ് അവരുടെ പ്രാർത്ഥന കേട്ട് അവർക്ക് സൗഖ്യം നൽകും. ഇപ്രകാരം വിളിച്ചപേക്ഷിക്കുന്നവരെ ഒരിക്കലും കൈവിടാത്ത ദൈവമാണ് നമ്മുടേത്. നമ്മെ ഓരോ നിമിഷവും നയിക്കുന്ന, സഹായിക്കുന്ന ആ ദിവ്യകാരുണ്യനാഥന്റെ മുൻപിൽ ആയിരിക്കുന്ന ഈ സമയത്ത് നമുക്ക് പൂർണ്ണമായിട്ടുള്ള ബോധ്യവും വിശ്വാസവും ഉണ്ട്. ദിവ്യകാരുണ്യനാഥൻ നമ്മളായിരിക്കുന്ന ഈ അവസ്ഥയിൽ നമ്മളെ എല്ലാവരെയും, ലോകം മുഴുവനിലുള്ള എല്ലാ മക്കളെയും അവിടുന്ന് കാത്തുപാലിക്കും. നമ്മുടെ പൂർണ്ണമായ വിശ്വാസം ദിവ്യകാരുണ്യനാഥന്റെ മുൻപിൽ അർപ്പിച്ചുകൊണ്ട് അവിടുത്തെ നമുക്ക് ആരാധിക്കാം, സ്തുതിക്കാം, മഹത്വപ്പെടുത്തുകയും ചെയ്യാം. ഞാൻ നിന്നെ സൃഷ്ടിച്ച ദൈവം, ഞാൻ നിന്നെ രക്ഷിച്ച ദൈവം, ഞാൻ നിന്റെ പാതയിൽ എന്നും വെളിച്ചമായി നിന്നെ നയിക്കുന്ന ദൈവം. ഭയപ്പെടേണ്ട മകനേ, മകനേ, ഞാൻ നിന്റെ ദൈവമല്ലേ. കരയരുതേ ഇനി എൻ കൺമണിയേ, ഞാൻ നിന്റെ കൂടെയില്ലേ. ഞാൻ നിന്നെ സ്നേഹിക്കും ദൈവം, ഞാൻ നിന്നെ പാലിക്കും ദൈവം, ഞാൻ നിന്നെ സ്നേഹിക്കും ദൈവം, ഞാൻ നിന്നെ പാലിക്കും ദൈവം, ഞാൻ നിന്റെ മുറിവുകൾ സൗഖ്യപ്പെടുത്തും സുരജീവദായകൻ ദൈവം. ഭയപ്പെടേണ്ട മകനേ, മകളേ, ഞാൻ നിന്റെ ദൈവമല്ലേ. കരയരുതേ ഇനി എൻ കൺമണിയേ, ഞാൻ നിന്റെ കൂടെയില്ലേ. ഞാൻ നിന്നെ ലാളിക്കും ദൈവം, ഞാൻ നിന്നെ ശാസിക്കും ദൈവം, ഞാൻ നിന്നെ ലാളിക്കും ദൈവം, ഞാൻ നിന്നെ ശാസിക്കും ദൈവം, ഞാൻ നിന്റെ കണ്ണീർ തുടച്ചെന്നും നിന്നെ ആശ്വസിപ്പിച്ചിടും ദൈവം. ഭയപ്പെടേണ്ട മകനേ, മകളേ, ഞാൻ നിന്റെ ദൈവമല്ലേ. കരയരുതേ ഇനി എൻ കൺമണിയേ, ഞാൻ നിന്റെ കൂടെയില്ലേ. ലോകത്തെ ആകമാനം ബാധിക്കുന്ന ഒരു രോഗമായി കൊറോണ വൈറസ് വ്യാപിച്ചു കൊണ്ടിരിക്കുമ്പോൾ
ലോകം മുഴുവനും ഒരു കുടുംബമാണ് എന്നുള്ള ആ ഒരു വലിയ ബോധ്യത്തിലേക്ക് നമ്മളെല്ലാവരും വളരുകയാണ്. ലോകാരോഗ്യ സംഘടന തലപ്പത്ത് നിന്നുകൊണ്ട് ലോകത്തിലെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. വളരെ പ്രത്യേകമായി തീരെ ദരിദ്ര രാഷ്ട്രങ്ങളായിട്ടുള്ളവർക്ക് പ്രത്യേകമായിട്ടുള്ള കരുതലും സ്നേഹവുമൊക്കെ അവർ നൽകിക്കൊണ്ടേയിരിക്കുന്നു. ഈ രോഗത്തിൻ്റെ വ്യാപനത്തിൻ്റെ നടുവിലും അതിൽ നിന്ന് വിമുക്തി പ്രാപിക്കാനും അതിനെ ചെറുക്കാനും അതിൻ്റെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാനും വേണ്ടി ദൈവം പലരെയും ഒരുക്കുന്നു, അവരുടെ മനസ്സിനെ ശക്തിപ്പെടുത്തുന്നു. അതുകൊണ്ടാണ് ലോകത്താകമാനം വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യാധിയായി മാറിക്കൊണ്ടിരിക്കുന്ന കൊറോണ വൈറസിൻ്റെ വ്യാപനത്തെ ഒരു പരിധിവരെയെങ്കിലും നമുക്ക് ചെറുക്കാനായിട്ട് സാധിച്ചത്. ദൈവത്തിൻ്റെ വലിയ കരുതലും സ്നേഹവും ലോകാരോഗ്യ സംഘടന എന്ന വലിയ പ്രസ്ഥാനത്തിലൂടെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് സഹായമായിട്ട്, സ്നേഹമായിട്ട്, കരുതലായിട്ട്, മരുന്നുകളായിട്ട്, ശുശ്രൂഷകരായിട്ട് എല്ലായിടത്തേക്കും വ്യാപിക്കുകയാണ്. അത് കൊറോണ വൈറസിൻ്റെ വ്യാപനത്തെ ഒരു പരിധിവരെ ചെറുത്തു നിൽക്കാനായിട്ടുള്ള ഒരു സാഹചര്യം സൃഷ്ടിച്ചിട്ടുണ്ട്. ദിവ്യകാരുണ്യനാഥനായ ഈശോയെ, അങ്ങാണ് അവർക്ക് വേണ്ട പ്രചോദനം നൽകുന്നത്. അങ്ങാണ് അവരെ നയിച്ചുകൊണ്ടേയിരിക്കുന്നത്. അവർക്ക് വീണ്ടും അങ്ങേ പ്രചോദനം നൽകി നയിക്കണമേ. എന്തെങ്കിലും കുറവുകൾ, ഇനിയും ശ്രദ്ധിക്കേണ്ട മേഖലകൾ ഉണ്ടെങ്കിൽ അതെല്ലാം അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തി എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ ലോകാരോഗ്യ സംഘടനയിലുള്ള എല്ലാ ശുശ്രൂഷകരെയും പ്രാപ്തരാക്കണമേ ദിവ്യകാരുണ്യനാഥ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, അങ്ങയുടെ വലിയ കരുതലിനും സ്നേഹത്തിനും നന്ദി പറഞ്ഞുകൊണ്ട്, ദിവ്യകാരുണ്യനാഥ അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈ കൊടുകിൽ സൗഖ്യം നേടും ഹൃദയം ഇനിയെന്നും പിൻവാസഗേഹമാകും. കൺമുന്നിൽ നീ ഇല്ലെങ്കിലും വിശ്വാസത്താലെ കാണുന്നിതാ മൃദുവായി കൊടുകിൽ എന്നാത്മം സൗഖ്യം നേടും.
മോക്ഷം നീയല്ലോ. മൃദുവായി ഈ ഒടുവിൽ ആത്മം സൗഖ്യം നേടും. ഹൃദയം ഇനിയെന്നും നിവാസഗേഹമാകും. കൊറോണ വൈറസിന്റെ വ്യാപനം മറ്റു രാജ്യങ്ങളിലേക്ക് പടരുമ്പോൾ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള സഹകരണവും കൂടുകയാണ്. മരുന്നുകൾ ആവശ്യമുള്ള രാഷ്ട്രങ്ങൾക്ക് മറ്റുള്ളവർ എത്തിച്ചു കൊടുക്കുന്നു. അതിനു വേണ്ട ഉപകരണങ്ങളൊക്കെ ഏർപ്പാടാക്കി കൊടുക്കുന്നു. ഈ ലോകം മുഴുവനും ഒരു കുടുംബവും ഏകോദര സഹോദരി സഹോദരന്മാരായി മാറുകയും ചെയ്യുന്ന അവസ്ഥയിൽ രാഷ്ട്രങ്ങൾ പരസ്പരം സഹായിക്കുന്നു. സ്നേഹത്തോടുകൂടെ മറ്റുള്ളവർക്കായിട്ട് സേവനം ചെയ്യാനായിട്ട് മുന്നിട്ടിറങ്ങുന്നു. ഓരോ രാഷ്ട്രത്തലവനും തൻ്റെ രാജ്യത്തിൻ്റെ കാര്യം മാത്രമല്ല ശ്രദ്ധിക്കുന്നത്, ചുറ്റുപാടുമുള്ള രാജ്യങ്ങളിലെ കാര്യങ്ങളും ശ്രദ്ധിക്കുന്നു. അവർക്ക് മരുന്ന് ആവശ്യമായിട്ട് വരുമ്പോൾ അന്നുവരെ നല്ല സ്വരച്ചേർച്ചയിലായിരുന്നില്ല എങ്കിലും ഈ അത്യാവശ്യ സമയത്ത് സ്നേഹത്തോടുകൂടെ അവർക്കത് നൽകാനായിട്ടുള്ള ഒരു നല്ല മനസ്സിലേക്കും കൂട്ടായ്മയിലേക്കും രാഷ്ട്രങ്ങൾ വളർന്നു വരുന്നൊരു കാഴ്ചയും നമ്മൾ ഈ സമയത്ത് കാണുന്നുണ്ട്. പരസ്പരമുള്ള വൈര്യവും വിദ്വേഷവും ഒക്കെ മറന്നുകൊണ്ട് ലോകത്തെ ആകമാനം ഒരു വൈറസ് കാർന്നു തിന്നുമ്പോൾ രാഷ്ട്ര നേതാക്കന്മാരെല്ലാവരും സ്നേഹത്തോടുകൂടെ കൈകോർത്തു പിടിച്ചുകൊണ്ട് പരസ്പരം സഹായിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ആ ഒരു വലിയ മനോഭാവം കർത്താവായ യേശുവേ, ആ ഒരു സ്നേഹത്തിൻ്റെ ഭാവം നൽകിയത് നീയാണ്. അതുകൊണ്ട് തന്നെ പലർക്കും അത് ആശ്വാസമായിട്ട് മാറി, പലർക്കും അത് രോഗസൗഖ്യമായിട്ട് മാറി, മരുന്ന് ലഭിക്കാത്തവർക്ക് മരുന്ന് ലഭിക്കുന്ന സാഹചര്യമായിട്ട് മാറി. ദിവ്യകാരുണ്യനാഥനായ ഈശോയെ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്റെ വലിയ സ്നേഹം ലോകം മുഴുവനും അറിയുവാനും ആ സ്നേഹം പരസ്പരം പങ്കുവെച്ചുകൊണ്ട് നിന്നെ മഹത്വപ്പെടുത്തി, നിന്നെ ആരാധിച്ച്, നിന്നെ സ്തുതിച്ചുകൊണ്ട് ഈ ലോകം മുഴുവനും ഒരു കുടുംബമായി പ്രാർത്ഥനാനുഭവത്തിൽ വളരുന്നതിനെ കുറിച്ച് ഓർത്തുകൊണ്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു, ആരാധിക്കുന്നു. ആരാധിച്ചിടാം, കുമ്പിട്ടാരാധിച്ചിടാം. ആരാധിക്കുമ്പോൾ അപദാനം പാടിടാം. പൂജിത രക്ഷാനാമം വാഴ്ത്തിപ്പാടാം. പദമലരിൽ താണു വീണു വന്ദിച്ചിടാം. ആത്മനാഥാന എന്നിൽ ചേരണം, എൻ മനസ്സിൽ നീ വീണാൽ വാഴണം. യേശു
എന്നെ നിന്റെ മുൻപിൽ നൽകിയിടുന്നേ. എൻ പാപമേതും മായിച്ചു നീ, ദുഃഖഭാരമെല്ലാം മോചിച്ചു നീ. ആത്മാവിൽ നീ വന്നേരമിൻ കണ്ണീരുവേഗം ആനന്ദമാ. ആത്മാവിൽ നീ വന്നേരമിൻ കണ്ണീരുവേഗം ആനന്ദമാ. പൊതുവായ ഒരു രോഗം എല്ലാവരെയും ബാധിച്ചപ്പോൾ ആരോഗ്യമേഖലയിൽ ഒരു പുത്തൻ ഉണർവും ചൈതന്യവും നമ്മൾ കാണുന്നുണ്ട്. എല്ലാ മന്ത്രിമാരും ഡോക്ടർമാരും നഴ്സുമാരും അവരുടെ സഹായികളും കയ്യും മെയ്യും മറന്ന് അവർ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആ പ്രവർത്തനത്തിൽ പങ്കുകാരായ പലർക്കും ഈ രോഗം വന്നിട്ടുണ്ട്. ഈ രോഗം മൂലം മരിച്ചുപോയ ഡോക്ടർമാരുണ്ട്, നഴ്സുമാരുണ്ട്, സഹായികളുണ്ട്. ദിവ്യകാരുണ്യനാഥനായ ഈശോയെ, ഏറ്റവും അപകടകരമായ ഈ സാഹചര്യത്തിൽ ജനങ്ങളായിരിക്കുന്ന നേരത്ത് തങ്ങളെ തന്നെ മറന്നുകൊണ്ട്, തങ്ങളുടെ ജീവൻ തന്നെ തൃണവൽഗണിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ശുശ്രൂഷയ്ക്കായി ഇറങ്ങിപ്പുറപ്പെടുന്ന ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ ഈ സമയം ദിവ്യകാരുണ്യനാഥന്റെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. അങ്ങയുടെ ചൈതന്യത്താൽ നിറഞ്ഞ് അവർ പൂർവാധികം ശക്തിയോടുകൂടെ, ഉണർവോടുകൂടെ തങ്ങളുടെ ശുശ്രൂഷകൾ നിർവഹിക്കാനും അതുവഴിയായിട്ട് നിരവധി പേർക്ക് രോഗസൗഖ്യം ലഭിക്കാനും അങ്ങിടയാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങ് നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാവിധ നന്മകൾക്കും സഹായങ്ങൾക്കും, പ്രത്യേകിച്ച് ആരോഗ്യ മേഖലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവരിലൂടെ നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാവിധ ശുശ്രൂഷകൾക്കും സ്നേഹത്തിനും നന്ദി പറഞ്ഞുകൊണ്ട്, ദിവ്യകാരുണ്യനാഥ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു, അങ്ങയ്ക്ക് നന്ദി പറയുന്നു. ആരാധനയുടെ നിമിഷങ്ങളിൽ ആത്മനാഥനെ കാണുവാൻ ആരാധകരിവർ കാത്തിരിപ്പൂ. ആത്മനാഥനേശുവേ, ആരാധന ആരാധന ആയിരം ആരാധന 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 ആത്മാവിൽ ആരാധന. അങ്ങേ സന്നിധി അല്പനേരം ജീവിപ്പതോ മഹാഭാഗ്യമേ. അന്യഗൃഹത്തിലൊരായിരം നാൾ വാഴ്വത് കാണെത്ര മോഹനം. ആരാധന ആരാധന ആയിരം ആരാധന 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 ആത്മാവിൽ ആരാധന. ഉള്ളിൻ്റെ ഉള്ളിലുള്ള സ്നേഹം
പുറത്ത് ഒരു പുഞ്ചിരിയായി കൈകളിൽ ഭക്ഷണപ്പൊതിയുമായി കയറി വരുന്ന ഒരു സന്നദ്ധ പ്രവർത്തകൻ ഭക്ഷണം കിട്ടാത്തവന് എത്ര ആശ്വാസമാണ് എന്ന് നമുക്കറിയാം. എത്രയോ സന്നദ്ധ പ്രവർത്തകരാണ് ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം നൽകുന്നത്, മരുന്ന് ലഭിക്കാത്തവർക്ക് അത് വാങ്ങി നൽകുന്നത്, മറ്റ് ശുശ്രൂഷാ സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കുന്നത്. ആരും പുറത്തിറങ്ങാത്ത ഈ കാലത്ത് പട്ടിണിയിലാണ്ടുപോയിട്ടുള്ള മൃഗങ്ങൾക്ക് പോലും ഭക്ഷണം നൽകാൻ നല്ല മനസ്സുള്ളവരെ അങ്ങിപ്പോഴും ഉണർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ദിവ്യകാരുണ്യനാഥനായ ഈശോയെ, ഈ ആരാധനയുടെ നിമിഷങ്ങളിൽ എല്ലാ സന്നദ്ധ പ്രവർത്തകരെയും അവരോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന എല്ലാ വ്യക്തികളെയും അങ്ങയുടെ തിരുമുൻപിൽ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അവരിലുള്ള സ്നേഹം വർദ്ധിപ്പിക്കണമേ. അവരുടെ ശുശ്രൂഷ ഏറ്റവും നന്നായിട്ട് നിർവഹിക്കാനായിട്ടുള്ള എല്ലാ ശാരീരിക മാനസിക ആരോഗ്യവും നൽകി അവരെ ശക്തിപ്പെടുത്തണമേ. അങ്ങനെ ഭക്ഷണം കിട്ടാതെ അലയുന്നവർക്ക് ഭക്ഷണം നൽകാൻ, രോഗികളായി കഴിയുന്നവർക്ക് മരുന്ന് നൽകാൻ, ഏതാവശ്യമാണോ ഉള്ളത് അത് കണ്ടറിഞ്ഞ് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ നല്ലവരായിട്ടുള്ള സന്നദ്ധ പ്രവർത്തകർക്ക് വേണ്ട ഉണർവും ചൈതന്യവും നൽകി അങ്ങിപ്പോഴും അവരെ നയിക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്യുന്നതിനെ കുറിച്ചോർത്ത് അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ആരാധിക്കുകയും ചെയ്യുന്നു. ആത്മാവുണരുന്ന നിമിഷം, ആനന്ദദായക നിമിഷം, കണ്ണീർ തുടയ്ക്കാൻ മാറോടു ചേർക്കാൻ ഈശോ എഴുന്നള്ളും നിമിഷം. ഇത് ആരാധനയുടെ നിമിഷം. ആരാധിച്ചിടുന്നു ഞങ്ങൾ, ആടി നമിക്കുന്നു ഞങ്ങൾ. ആരാധിച്ചിടുന്നു ഞങ്ങൾ, ആടി നമിക്കുന്നു ഞങ്ങൾ. നിൻ തിരുമുൻപിൽ നിന്നിടുമ്പോ, നിന്റേതായി തീർന്നിടുമ്പോ, നിൻ തിരുമുൻപിൽ നിന്നിടുമ്പോ, നിന്റേതായി തീർന്നിടുമ്പോ, ദുഃഖങ്ങളില്ല, ഭാരങ്ങളില്ല, പ്രത്യാശ ഒന്നു മാത്രം. നാഥ ആനന്ദപൂരിതമാത്മം. ദുഃഖങ്ങളില്ല, ഭാരങ്ങളില്ല, പ്രത്യാശയൊന്നു മാത്രം. നാഥ ആനന്ദപൂരിതമാത്മം. സ്വാതന്ത്ര്യം നമ്മുടെ ഓരോരുത്തരുടെയും ജന്മാവകാശമാണ്. എന്നാൽ കൊറോണ വൈറസിന്റെ വ്യാപനം തടയുന്നതിനായിട്ട് സർക്കാർ പൊതുവായ ചില നിയന്ത്രണങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അത് നടപ്പിൽ വരുത്തുന്ന
പോലീസ് ഉദ്യോഗസ്ഥരെ എല്ലാവരെയും ഈ സമയം നമ്മൾ ഓർക്കുകയാണ്. വെയിലത്തും മഴയത്തും രാത്രിയും പകലും ഊണും ഉറക്കവും ഒന്നുമില്ലാതെ ഏത് സമയവും ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സഹോദരങ്ങളുടെ സേവനം എത്രയോ വലുതാണ്. ഒരു പരിധിവരെ ഈ രോഗത്തിൻ്റെ വ്യാപനം തടയുന്നതിന് അവരാണ് കാരണക്കാരായി നിന്നിട്ടുള്ളത്. ചിലർക്കൊക്കെ അവരോട് ഒരല്പം വെറുപ്പും വിദ്വേഷമൊക്കെ തോന്നിയെങ്കിലും പൊതു നന്മയ്ക്ക് വേണ്ടിയാണ് അവരെല്ലാം ഈ പ്രവർത്തനങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദിവ്യകാരുണ്യനാഥനായ ഈശോയെ, ലോകം മുഴുവനും നിയന്ത്രിക്കാനായിട്ട് നിനക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നുവരെയും ഈ പ്രത്യേകമായ സാഹചര്യത്തിൽ കാര്യങ്ങൾ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്ന എല്ലാ പോലീസ് ഉദ്യോഗസ്ഥന്മാരെയും അവരുടെ സഹായികളെയും ഈ സമയം ഞങ്ങൾ നന്ദിയോടുകൂടെ ഓർക്കുകയാണ്. അവരോരോരുത്തരും ചെയ്യുന്ന ശുശ്രൂഷയുടെ വലിപ്പവും മഹത്വവും ഞങ്ങൾ തിരിച്ചറിയുകയാണ്. അവർക്കെല്ലാവിധ ശാരീരിക മാനസിക ആരോഗ്യം നൽകി അങ്ങ് ശക്തിപ്പെടുത്തണമേ. അവരുടെ ശുശ്രൂഷ നിർബാധം മുന്നോട്ട് കൊണ്ടുപോകുവാൻ എല്ലാവിധ സഹായ സഹകരണങ്ങളും ചെയ്തു കൊടുക്കാനായിട്ട് എല്ലാ ജനങ്ങൾക്കും നല്ല പ്രേരണ നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ദിവ്യകാരുണ്യനാഥനായ ഈശോയെ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. ഇടയനേ ആരാധന, ഇസ്രായേലിൻ രാജനേ ആരാധന, അബ്രഹാമിൻ നാഥനാരാധന, യാക്കോബിൻ ദൈവമേ ആരാധന, ഇസ്ഹാക്കിൻ ഇടയനേ ആരാധന, ഇസ്രായേലിൻ രാജനേ ആരാധന, 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 കൊറോണ വൈറസിന്റെ വ്യാപനം മൂലം വേദന അനുഭവിക്കുന്ന നിരവധി വ്യക്തികളുണ്ട്. രോഗം മൂലം ആശുപത്രികളിൽ കഴിയുന്നവർ, രോഗലക്ഷണങ്ങളാൽ മാറ്റി നിർത്തപ്പെട്ടവർ, വീടുകളിൽ തന്നെ കഴിയുന്നതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, നമ്മുടെ കുട്ടികളുടെ പരീക്ഷ, പഠനം ആദിയായ കാര്യങ്ങൾ, നമ്മുടെ നാട്ടിൽ നിന്നും വിദേശത്ത് പോയി അവിടെ ആയിരിക്കുന്ന ആളുകൾ, അവരുടെ പ്രശ്നങ്ങൾ, രോഗം വന്നപ്പോൾ ഒറ്റപ്പെട്ടു പോയവർ, കുടുംബത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടവർ, ഇങ്ങനെ വേദന അനുഭവിക്കുന്നവർ നിരവധി പേരാണ്. ഇതിൻ്റെ നടുവിലും ദിവ്യകാരുണ്യനാഥനായ ഈശോയെ, ഞങ്ങൾ എപ്പോഴും പ്രത്യാശയോടുകൂടെയാണ്
ജീവിക്കുന്നത്. ഇതിനെയെല്ലാം തരണം ചെയ്തുകൊണ്ട് പഴയ ആ കൂട്ടായ്മയിലേക്കും സ്നേഹത്തിലേക്കും ആ പഴയ സ്വാതന്ത്ര്യത്തോടുകൂടെ ജീവിക്കാനായിട്ട് സാധിക്കും എന്ന ശക്തമായ ബോധ്യം ഞങ്ങൾക്ക് ഓരോരുത്തർക്കുമുണ്ട്. കാരണം നീ ഞങ്ങളോടൊപ്പമുണ്ട്. എമ്മാനുവലായ നീ, ഞങ്ങളോടൊപ്പമായിരിക്കുന്ന നീ, ഒരിക്കലും ഞങ്ങളെ നീ കൈവിടുകയില്ല എന്നുള്ള വലിയ ബോധ്യമാണ് ഈ രാത്രിയിൽ ഇത്രയേറെ ദേവാലയങ്ങളിൽ ദിവ്യകാരുണ്യനാഥന്റെ സന്നിധിയിലായിരുന്നു കൊണ്ട് ഈ ലോകം മുഴുവന് വേണ്ടിയും നമ്മുടെ രാജ്യത്തിന് വേണ്ടിയും നമ്മുടെ സംസ്ഥാനത്തിന് വേണ്ടിയും വളരെ പ്രത്യേകമായി നമ്മുടെ ഈ പ്രദേശത്തിന് വേണ്ടിയും അവിടെ രോഗികളായി കഴിയുന്ന എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കാനായി ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. മരണസംഖ്യ 2 ലക്ഷം കഴിയുമ്പോൾ അതൊരു ആദിയായി മാറുകയാണ്. ഇതെവിടെ ചെന്ന് നിൽക്കും എന്നൊരു ചോദ്യം മുന്നിൽ ഉയരുകയാണ്. ദിവ്യകാരുണ്യനാഥനായ ഈശോയെ, ഈ രോഗം മൂലം മരിച്ചുപോയ എല്ലാവരുടെയും ആത്മശാന്തിക്ക് വേണ്ടിയിട്ട് ഈ നിമിഷം ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ദിവ്യകാരുണ്യനാഥനായ യേശുവേ, അവർക്ക് ഓരോരുത്തർക്കും നിത്യസൗഭാഗ്യം നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം രോഗികളായി ആശുപത്രികളിലും വീടുകളിലും കഴിയുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സൗഖ്യദായകനായ യേശുവേ, അവിടുത്തെ ദിവ്യ സൗഖ്യത്താൽ അവരെ എല്ലാവരെയും സുഖപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ രോഗഗ്രസ്തരായിട്ടുള്ള എല്ലാവരും ആ രോഗങ്ങളിൽ നിന്നും വിമുക്തി പ്രാപിച്ച് അവരുടെ ശുശ്രൂഷകൾ സാധാരണ രീതിയിൽ നിർവഹിക്കാൻ പഴയ അവസ്ഥയിലേക്ക് അവരെ ഓരോരുത്തരെയും തിരിച്ചു കൊണ്ടുവരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ആരാധനയുടെ നിമിഷങ്ങളിൽ ദിവ്യകാരുണ്യനാഥനായ ഈശോയെ അങ്ങയോടൊപ്പമായിരിക്കാൻ, അങ്ങയെ മഹത്വപ്പെടുത്താൻ, അങ്ങയെ ആരാധിക്കാൻ ഞങ്ങൾക്കിടയാക്കിയതിന് ഞങ്ങൾക്ക് വേണ്ട എല്ലാ പ്രചോദനവും ചൈതന്യവും നൽകിയ പരിശുദ്ധാത്മാവായ ദൈവത്തിന് ഞങ്ങൾ നന്ദിയും ആരാധനയും സ്തുതിയും മഹത്വവും അർപ്പിക്കുകയാണ്. ദിവ്യകാരുണ്യനാഥനായ ഈശോയെ, അങ്ങയുടെ അനുഗ്രഹം സ്വീകരിക്കാനായിട്ട് ഒരുങ്ങുന്ന ഈ നിമിഷങ്ങളിൽ നിന്റെ അനുഗ്രഹത്താൽ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ രോഗികളായി കഴിയുന്ന എല്ലാ മക്കളെയും സ്പർശിക്കണമേ, അവരെ സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ അനുഗ്രഹത്തിനായിട്ട് നമുക്കൊരുങ്ങാം. സാഷ്ടാംഗം വീണ ഏറ്റവും മഹത്താണി ഉദാശയിൽ നിയമത്തിൽ കർമ്മങ്ങൾ വന്നല്ലോ പൂർവികൻ സാദരം മാറി നിൽക്കൂ ഇന്ദ്രിയങ്ങൾ കീഴും പോരായ്മയൊക്കെയും തീർക്കുക
വിശ്വാസ ദിവ്യദീപ്തി ദൈവപിതാവിനും തന്നേകജാതനും സ്തോത്രമുണ്ടാകണം എന്നുമെന്നും. പാവനാത്മാവിനും അമിതം നിസ്തുല സ്തോത്രമുണ്ടാകണം നിത്യകാലം. സ്തുതിയും കീർത്തിയും ശക്തിയുമാർന്നെന്നും വാഴുക ത്രിത്വൈക ദൈവമാമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ വീടാനുഭവത്തിന്റെ സ്മാരകമായി വിസ്മയാവഹമായ ഈ കൂദാശ ഞങ്ങൾക്ക് നൽകിയല്ലോ. അങ്ങയുടെ പരിത്രാണത്തിൻ ഫലം ഞങ്ങൾ നിരന്തരം അനുഭവിക്കുമാറ് അങ്ങയുടെ തിരുശരീരത്തിന്റെയും തിരുരക്തത്തിന്റെയും ദിവ്യരഹസ്യങ്ങൾ എന്നും വണങ്ങുവാൻ അനുഗ്രഹമരുളേണമേ എന്ന് നിത്യമായി ജീവിച്ചു വാഴുന്ന അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കും. നിന്റെ സ്നേഹമാർന്നുള്ള കൈകളിൽ എന്നെ നൽകുന്നു. നിൻ ചിറകിന്റെ കീഴിലായി എന്നെ നിത്യവും കാത്തുകൊള്ളണേ. നിന്റെ തൂമുഖം കാണുവാനിന്നു എന്നെ പുഞ്ചിരിച്ചുകൊണ്ട് നീ സന്നിധി പോകുവാൻ കൃപയേകണേ. മറ്റൊരു ദിനം നിൻ മഹിമകൾ പാടുവാനോ നൽകുകിൽ. വിശ്രമം തന്നോ സൗഖ്യവും തന്നു ശക്തിയും തന്നരുളണേ.